Hi friends, welcome to Commerce Bytes. Today we are going to discuss 3 to 4 questions of higher education in detail. എല്ലാ 4 ഓപ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തായിരിക്കും നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ വിത്തൗട്ട് എനി ടൈം. ക്വസ്റ്റ്യൻ നമ്പർ 79, a review of NPI 1986 program of action was done by. Options are Yashpal Committee, option B Hansa Mehta Committee, option C Ramamurthy Commission and option D National Commission for Teachers. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. റിവ്യൂ ഓഫ് NPI അല്ല NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അതാണ് വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1986. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പോയിൻ്റ് എഴുതിയെടുക്കാം. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക് ദാറ്റ് NPE, ദാറ്റ് ഈസ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 1986 അവർ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തിയത്. which will be studied in the next class. For now, let's move to that 4 options: Yashpal Committee, Hansa Mehta Committee, Ramamurthy Commission and D National Commission for Teachers. Here the answer is Ramamurthy Commission. First, let's look on Ramamurthy Commission, which was established in 1990. ഈ രാമമൂർത്തി കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് തന്നെ ഗവൺമെൻറ് ഡിസൈഡഡ് ടു സെറ്റപ്പ് NPE റിവ്യൂ. സോ ഞാൻ പറഞ്ഞ പോലെ ദ ഗവൺമെൻറ് ദെയർഫോർ ഡിസൈഡഡ് ടു സെറ്റപ്പ് NPE റിവ്യൂ കമ്മിറ്റി. ആ ഒരു റിവ്യൂ കമ്മിറ്റീനെയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. ഈ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു രാമമൂർത്തി എന്ന് പറയുന്ന ആചാര്യ രാമമൂർത്തി ആയിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, വേറെ പേരുകൾക്കൊന്നും അവർ സെർച്ച് ചെയ്ത് പോയില്ല. ആ ഒരു ചെയർമാൻ ഓഫ് ദ കമ്മിറ്റിയുടെ ആ പേര് തന്നെയാണ് ആ ഒരു കമ്മീഷന് ഇട്ടത്. ദാറ്റ് ഈസ് രാമമൂർത്തി കമ്മിറ്റി, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1990. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഇനി ഉണ്ടായിരുന്ന അപ്രോച്ചസ്, അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഏരിയാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ മാത്രം. ഓക്കെ, ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഈ ഒരു പോയിൻ്റ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി അടുപ്പിച്ച് പറയുന്നു. കാരണം ഇതുപോലെയുള്ള എഡ്യൂക്കേഷനിൽ അവരുടെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ ഇക്വിറ്റിയും പിന്നെ സോഷ്യൽ ജസ്റ്റിസും ഉണ്ടാക്കിയെടുക്കാം. അതാണ് അവരുടെ മെയിനായിട്ടുള്ള മോട്ടീവ്. മനസ്സിലായോ? പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽ. ഒരു വകഭേദം ഇല്ലാതെ എല്ലാവരും ഈക്വലായിട്ട്, എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന രീതിയിലാണ് ഈ ഡീസെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽ. ദ നെക്സ്റ്റ് വൺ ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പാർട്ടിസിപ്പേറ്റീവ് എഡ്യൂക്കേഷണൽ ഓർഡർ. എല്ലാ രീതിയിലുമുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻക്ലിനേഷൻ ഓഫ് വാല്യൂസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ക്രിയേഷൻ ഓഫ് എൻ എൻലൈറ്റഡ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ഇൻകലിനേറ്റ് ചെയ്യണം, വിച്ച് മീൻസ് എല്ലാ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് പിന്നത്തെ അവരുടെ പോയിൻ്റ്. പിന്നെ ലാസ്റ്റ് വൺ എംപവർമെൻറ്റ് ഓഫ് വർക്ക്. ഓക്കെ, പിന്നെയുമുണ്ട് കുറച്ച് മേജറായിട്ടുള്ള റെക്കമെൻഡേഷൻസ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്കത് കിട്ടിക്കോളും, ഓട്ടോമാറ്റിക്കലി അത് കിട്ടിക്കോളും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ സെഷനിൽ നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ ഈ സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതായത് എല്ലാവരെയും ഈക്വലായിട്ട് കാണുക, ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല, കാസ്റ്റ് വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ റിലീജിയൻ വ്യത്യാസമില്ലാതെ, റിച്ചാണ് പുവറാണ് ജെൻഡർ വ്യത്യാസമില്ലാതെ, മെയിൽ ഫീമെയിൽ അങ്ങനെ ഒരു വകഭേദം ഇല്ലാതെ എല്ലാവരും ഈക്വലായിട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഓരോ വാക്കുകളാണ് ഇതെല്ലാം. മനസ്സിലായോ? സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ സ്കൂൾ സിസ്റ്റം. എന്ന് വെച്ചാൽ എല്ലാവർക്കും കോമൺ ആയിട്ടൊരു സ്കൂൾ സിസ്റ്റം
The next one is removing disparity in education. Same point, first point, second point ഒക്കെ സെയിം ആണ്. The third one is കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊമോഷൻ ഓഫ് വുമൺ എഡ്യൂക്കേഷൻ. ജസ്റ്റ് അവർ ഇതിൻ്റെ ഉള്ളിൽ ഒരു റെക്കമെൻഡേഷൻ പോലെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൻസ മെഹ്ത കമ്മിറ്റിയിൽ അവർ മെയിനായിട്ടുള്ള മോട്ടീവ് എടുത്തിരിക്കുന്നത് തന്നെ വുമൺ എഡ്യൂക്കേഷൻ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നത്തെ ഒരു ഫോർത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ എഡ്യൂക്കേഷനാണ്. ഫിഫ്ത്ത് വൺ ഇസ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ തന്നെ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു തുടങ്ങുക. ഒരു 3 to ആ ഒരു ഏജിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം വലിയ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ചെറുപ്പത്തിൽ ഒരു 2 years 3 years ആ ഒരു ഏജിലാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ തന്നെ നമ്മൾ ആ കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ ഒരു ലെവലിൽ എത്തിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കാണാൻ പറ്റും. ഓക്കെ, ദ 6th point ഈസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇതൊക്കെയാണ് നമ്മുടെ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻസ്. പിന്നെ നമ്മൾ അവരുടെ കുറച്ച് കൺസേൺസും ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് രാമമൂർത്തി കമ്മിറ്റി ഇസ് ഓൾ ക്ലിയർ ടു യു, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1990. ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് വൈ ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രാമമൂർത്തി കമ്മിറ്റി ആചാര്യ രാമമൂർത്തി ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, റിമൂവ് ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ, വുമൺ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പിന്നെ മെയിനായിട്ട് ഈ രാമമൂർത്തി കമ്മീഷനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് ദ കമ്മിറ്റി ഫോർ റിവ്യൂ ഓഫ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. റൈറ്റ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നെക്സ്റ്റ് കമ്മിറ്റിയിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് യാഷ്പാൽ കമ്മിറ്റി. യാഷ്പാൽ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 2009. ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്, MHRD, ആൻഡ് വിച്ച് വാസ് ഹാഡ് സെറ്റപ്പ് എ കമ്മിറ്റി ഓൺ ഹയർ എഡ്യൂക്കേഷൻ നോൺ ആസ് യാഷ്പാൽ കമ്മിറ്റി. സോ രാമമൂർത്തി കമ്മിറ്റി റിവ്യൂ ഓഫ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മുടെ യാഷ്പാൽ കമ്മിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. എ കമ്മിറ്റി ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഓർ ജസ്റ്റ് അണ്ടർലൈൻ ഓർ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വാസ് യാഷ്പാൽ ആൻഡ് ഇറ്റ് വാസ് constituted for examining reforms to be brought about in the higher education system. മനസ്സിലായില്ലേ? ഇനിയുള്ള യാഷ്പാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഒരു പേര് അല്ലെങ്കിൽ യാഷ്പാൽ കമ്മിറ്റി വാസ് നോൺ ഫോർ ലേണിംഗ് വിതൗട്ട് ബേർഡൻ. അതാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും യാഷ്പാൽ കമ്മിറ്റിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തു. ഒരു 95% നോ, ഒരു 99% എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം യാഷ്പാൽ കമ്മിറ്റിയുടെ വേറെ പേരെന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ യാഷ്പാൽ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിരുന്ന വേറൊരു ടോപ്പിക്കാണ് ലേണിംഗ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. ആ സെൻറ്റൻസിൽ തന്നെയുണ്ട് പഠിക്കാം വിത്തൗട്ട് ബേർഡൻ, ഒരു ബേർഡൻ ഇല്ലാതെ പഠിക്കാം. കാരണം ഇപ്പോഴത്തെ ലേണിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ബോത്ത് പാരൻസിനാണെങ്കിലും ചിൽഡ്രനാണെങ്കിലും ഒരു സ്ട്രെസ്സ്, ബേർഡൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. സോ ഈ യാഷ്പാൽ കമ്മിറ്റിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ അവിടെ ബേർഡൻ ഡിക്രീസ് ചെയ്ത് കൊടുക്കുക, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നാണ് അവരുടെ മെയിനായിട്ടുള്ള ഫോക്കസ് ഉണ്ടായിരുന്നത്. ദ കമ്മിറ്റി സ്ട്രെസ് ദ നീഡ്സ് ഓഫ് മോർ അറ്റൻഷൻ, കൂടുതൽ അറ്റൻഷൻ കൊടുത്തിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു ലേണിംഗും കൂടിയാണ്. സോ ദ കമ്മിറ്റി സ്ട്രെസ് ദ നീഡ് ഓഫ് മോർ attention undergraduate program and multidisciplinary approach to learning. undergraduate പ്രോഗ്രാമിനും പിന്നെ മൾട്ടിഡിസിപ്ലിനറി അപ്രോച്ചിനാണ് കൂടുതൽ ഇവർ ഈ ഒരു കമ്മിറ്റി സ്ട്രെസ് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ലേണിംഗ് വിതൗട്ട് ബേർഡൻ, ആ ഒരു അപ്രോച്ചാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഔട്ട് സം ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് യാഷ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. Final report was submitted to MHRD and it was recommended that deemed university status should be abandoned. Okay?
ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് റെക്കമെൻഡഡ് ദാറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഷുഡ് ബി അബൻഡഡ്. ആ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് എന്നുള്ളത് അവർ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യണം. കാര്യം ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പവേഴ്സും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ബട്ട് കനോട്ട് അഫിലിയേറ്റ് കോളേജ്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൻസ മെഹ്ത കമ്മിറ്റി. മറ്റേ യാഷ്പാൽ കമ്മീഷൻ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ആ ഒരു 2-3 പോയിൻറ്റ് ഓർത്താൽ മതി. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയർ 2009 ഒക്കെയാണ്. ഓക്കെ, ഈ കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഈ യാഷ്പാൽ കമ്മിറ്റിയുടെ. പിന്നെ മെയിനായിട്ടൊരു പോയിൻറ്റ് പറഞ്ഞത് ദ കമ്മിറ്റി വാസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടാണ് ഈ ഒരു കമ്മീഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ഹൻസ മെഹ്ത കമ്മിറ്റി which was established in the year 1962. ഈ ഒരു കമ്മിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൻസ മെഹ്ത. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൻസ മെഹ്ത ആ ഒരു പേരിൽ തന്നെയുണ്ട്. ഒരു സ്ത്രീയാണ്, ഒരു വുമണാണ്. സോ വുമൺ എഡ്യൂക്കേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടു സജസ്റ്റ് മെഷേഴ്സ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വുമൺ എഡ്യൂക്കേഷൻ. അവർ 2 റെക്കമെൻഡേഷൻസാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കോ എഡ്യൂക്കേഷൻ ഷുഡ് ബി അഡോപ്റ്റഡ്. അതും എൻകറേജ്ഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജിൽ തന്നെ കോ എഡ്യൂക്കേഷൻ അഡോപ്റ്റ് ചെയ്യണം, അത് എൻകറേജ് ചെയ്യണം. കോ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ മിക്സഡ്, ഗേൾസും ബോയ്സും ഒരുമിച്ച് പഠിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ പെൺകുട്ടി ആൺകുട്ടി അങ്ങനെയുള്ള വേർതിരിവ് ഉണ്ടാവില്ല. എല്ലാവരെയും ഈക്വലായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ആസ് എ ഫ്യൂച്ചർ ടീച്ചർ നമ്മളും അവരങ്ങനെ തന്നെ കാണും. അതുപോലെ തന്നെ അവരും ഗേൾ ബോയ് നിനക്കത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു വകഭേദം, അങ്ങനെ ഒരു വിഷമം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇതാണ് ഹൻസ മെഹ്ത കമ്മിറ്റി വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1962. ഇത് അത്ര ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്നൊരു നോളജ് ഉണ്ടായാൽ മതി. അണ്ടർസ്റ്റുഡ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ലാസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചേഴ്സ് എൻ്റെ സ്റ്റുഡൻസ് റെഗുലറായിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അത് റിവ്യൂ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് കൃത്യമായിട്ട് മനസ്സിലായി കാണും. കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തുള്ളൂ NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് in the year 1995 which was set up under NCTE Act 1993. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ്. ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇപ്പം നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പോലും നമ്മളുടെ ഈ ചുറ്റും നടക്കുന്ന ഓരോ കാര്യത്തിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. സോ നിങ്ങളൊരു ഗസ് വർക്ക് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് KKPP കിട്ടിപ്പോയാൽ പോയി, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മേക്ക് യൂസ് ഓഫ് ദാറ്റ്. തെറ്റിപ്പോകും എന്ന് വിചാരിച്ച് നിങ്ങൾ ആൻസർ ലോക്ക് ചെയ്യാതെ ഇത് എനിക്ക് ശരിയാകും എന്ന് മാത്രം വിചാരിച്ച് ആൻസേഴ്സ് ലോക്ക് ചെയ്യുക. എന്തായാലും കറക്റ്റ് ആവും, 100% ഉറപ്പ്. ഗോ ഫോർ ഇറ്റ് വിത്ത് 100% ഹോൾ ഹാർട്ടഡ്. അണ്ടർസ്റ്റുഡ്? So that's it for now. Let's see in the next video. I'll be putting video in the evening session. So let's see at that time. Okay, thank you.